ഡിസംബർ 31-നുള്ളിൽ ഇത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പാൻ കാർഡ് ഇനി വർക്ക് ആവില്ല. പാൻ കാർഡ് വർക്ക് ആയിട്ടില്ലെങ്കിൽ ഒരു പുതിയ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനോ, എന്തിന് 50,000 രൂപയ്ക്ക് മുകളിൽ ഒരു ഡെപ്പോസിറ്റ് ചെയ്യാനോ, ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യാനോ നിങ്ങൾക്ക് സാധിക്കില്ല. കൂടാതെ മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്ക് മാർക്കറ്റിലോ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പോലും സാധിക്കില്ല. ഓക്കെ, എന്ത് ചെയ്താലാണ് പാൻ കാർഡ് വർക്ക് ആവാതിരിക്കുക എന്നായിരിക്കുമല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ആധാറും പാൻ കാർഡും ലിങ്ക് ചെയ്യാതിരുന്നാലാണ് ഈ ഇഷ്യൂ എല്ലാം നിങ്ങൾക്കും വരാൻ പോകുന്നത്. നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ചെയ്തോളൂ. സോ അതെങ്ങനെ ചെയ്യാൻ നോക്കിയാലോ? ഇപ്പൊ തന്നെ സ്ക്രീനിൽ കാണുന്ന ഈ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോവുക. അവിടെ ലിങ്ക് ആധാർ സ്റ്റേറ്റസ് എന്നത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പാൻ നമ്പറും ആധാർ നമ്പറും എൻട്രി ചെയ്യുക. അത് എൻട്രി ചെയ്ത ഉടനെ തന്നെ വ്യൂ ലിങ്ക് ആധാർ സ്റ്റേറ്റസ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങളുടെ ആധാറും പാനും ലിങ്ക്ഡ് ആണെങ്കിൽ ഓൾറെഡി ലിങ്ക്ഡ് എന്ന് കാണിക്കും. ലിങ്ക്ഡ് ആണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. ഇനി ലിങ്ക്ഡ് അല്ലെങ്കിൽ ബാക്ക് അടിച്ച് ഹോം സ്ക്രീനിൽ പോയി ലിങ്ക് ആധാർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം അവർ ചോദിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്ത് പെട്ടെന്ന് തന്നെ ലിങ്ക് ചെയ്യാം. അപ്പൊ കാര്യം കഴിഞ്ഞല്ലോ. അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരും പോയി ആധാറും പാനും ലിങ്ക് ചെയ്തോളൂ. ബോസ് വാല, ബി ദ ബോസ്.